ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഫയർ എനർജിയും വാട്ടർ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ വച്ചിരിക്കുന്നത്, ആ ആഗ്രഹങ്ങളൊക്കെ എപ്പോൾ സക്സസ് ആകും, എന്തൊക്കെ ആഗ്രഹങ്ങൾ, എന്തൊക്കെ ഇമാജിനേഷൻസ് ആണോ ഇവർ ഉള്ളിൽ വച്ചേക്കുന്നത്, അതൊക്കെ എപ്പോൾ സക്സസ് ആകും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഉള്ളത്. ഇവരുടെ ഇമാജിനേഷൻ പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ടിരിക്കുകയാണ്. അതായത് ഒരു കൊച്ചുകുട്ടി ബർത്ത്ഡേ അടുത്ത ആഴ്ചയായിരിക്കും, ഇപ്പോഴേ അതിന് ഗിഫ്റ്റ് വേണം. അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടി അത് കിടന്ന് അമ്മയെ ശല്യം ചെയ്യുന്നു, എനിക്ക് ഗിഫ്റ്റ് വേണം ഗിഫ്റ്റ് വേണം. അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴേ അതിന് വേണ്ടി ഇങ്ങനെ ക്രേവ് ചെയ്യുകയാണ് അവർ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുട്ടികളുടെ ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അതായത് എനിക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ എനിക്ക് കിട്ടണം, അത് ആരോട് വഴക്കിട്ടാലും കുഴപ്പമില്ല, ആര് എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല, എൻ്റെ ആഗ്രഹം നടക്കണം, അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, അങ്ങനെ ഒരു മൈൻഡിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. കൂടാതെ ഇപ്പോൾ ഇവർ ഐസൊലേഷനിലുമാണ്. ഇവരുടെ വീട്ടിലിപ്പോൾ ഒരു ഡ്രാമ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഡ്രാമ എല്ലാം കഴിയുമ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഇപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ വീട്ടിൽ ഇവർ പറയുകയാണ്, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവർ മാത്രമേ ഞാൻ മാരേജ് ചെയ്യത്തുള്ളൂ, അങ്ങനെയൊക്കെ ഇവരുടെ വീട്ടിൽ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഒന്ന് വിചാരിച്ചാൽ ഇവർക്ക് ആക്ഷൻ എടുക്കാം, പക്ഷെ അത് ഇവർ ചെയ്യുന്നില്ല. ഒരു കുട്ടിത്വമുള്ള സ്വഭാവത്തിലാണ് ഇവർ ഇപ്പോൾ. എല്ലാം വേണം കയ്യിൽ, പക്ഷേ ആ വേണമെങ്കിൽ മറ്റൊരാൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. ഇവർക്ക് സ്വയം പ്രയത്നിക്കാൻ വയ്യ, അങ്ങനൊരു എനർജി. ഇവിടെ നിങ്ങൾ വളരെ മെച്യൂറായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇമ്മെച്യൂറായിട്ടാണ് ചിന്തിക്കുന്നതും ഡിസിഷൻ എടുക്കുന്നതും. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാവരുടെയും ആശീർവാദത്തോടെയും സമ്മതത്തോടെയും മാരേജ് ചെയ്യാമെന്നാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് രജിസ്റ്റർ മാരേജ് ചെയ്യാം, വീട്ടുകാർ ചോദിക്കണമെങ്കിൽ പറയാം, എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു, അവരല്ല വേറെ ആരും എനിക്കില്ല ജീവിതത്തിൽ, അവരെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ അവരെ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് പറയാമെന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ ഇവർ ഭയങ്കര ഇമ്മെച്യൂറായിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസിഷൻസാണ് എടുക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ വാക്ക് കേട്ട് നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ ഇവർ പറയും, നീ നിൻ്റെ വീട്ടിൽ പോ, ഞാൻ എൻ്റെ വീട്ടിൽ പോവും, ആരും അറിയണ്ട ഈ രജിസ്റ്റർ മാരേജ് ചെയ്തത് എന്ന്. കാരണം അവരോട് പറയാൻ ഇവർക്ക് പേടിയായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു എനർജിയിലുമാണ് ചില ആൾക്കാരുടെ പേഴ്സൺ. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി വിഡ്രോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ അവരിൽ നിന്ന് ദൂരെ വന്നു, ഇനി ഞാൻ എങ്ങനെ അവരുടെ അടുത്ത് തിരിച്ചു പോകും, എനിക്ക് അവരില്ലാതെ പറ്റുന്നില്ലല്ലോ എന്ന് ഉള്ള തോന്നലാണ് ഇപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ. ഇവിടെ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ ഇവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അതായത് ഇവരുടെ തെറ്റ് കാരണമായിരിക്കാം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് തിരികെ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവരെ കളിയാക്കത്തില്ല. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുകയാണ്. ഇന്നിവർ ഇമ്മച്യൂറായിട്ടുള്ള എനർജിയിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇവർക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ കാണണം, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്ന് തോന്നിയാൽ ഇവർ ഉറപ്പായിട്ടും മെസ്സേജോ കോളോ ചെയ്യും. ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്ന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം കോവിലോ പള്ളിയിലോ ദർശനം ചെയ്യാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഇന്ന് മെയിനായിട്ട് പോകുന്നത്. അമ്പലത്തിലോ പള്ളിയിലോ ഇവരുടെ അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഇന്നത്തെ ദിവസം ഇടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, അവിടെ പോയി നിൽക്കുന്നതായിട്ടുള്ള. കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ എവിടെയോ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളോട് പറയാതെ ആയിരിക്കാം ഇവർ ഇങ്ങനെ ദൂരെ പോയത്. അപ്പോൾ നിങ്ങൾ ഓഫീസിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യണവരാണെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ഇവരെ കാണത്തില്ല, കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഇവരുടെ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ എവിടെ പോയി എന്ന്. ഇവരുടെ ഇന്നത്തെ ആ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും ദൂരെ പോയി നിങ്ങളെ ഇവരുടെയും കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ എന്ത് ചെയ്യണം, നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ, അങ്ങനെയൊക്കെ ശാന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.